അതായത് പരാതിയല്ലേ, അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിന്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ പറയുകയുണ്ടായി. പുള്ളിയാണ് അതിന്റെ ഒന്നാം പ്രതി. അതായത് നേരിട്ട് പേര് കൂടെ പറഞ്ഞ പേര് നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾക്ക് അറിയാവുന്നുണ്ട്. ഡോക്ടർ അരുൺ അതായത് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരയുടെ കാര്യമായി ഒരു തമാശ സാധനം പറഞ്ഞത് പുള്ളി അതിനെ ഒന്നാം പ്രതിയായി പോക്സോ കേസ് വരിക. ഇതിനൊരു അവസാനമില്ല. അതായത് എത്ര എളുപ്പമാണ് ആണുങ്ങളെ കൊടുക്കാൻ യാതൊരു മടിയില്ല. കൊടുത്തത് ആരാണ്? ആ പെൺകുട്ടിക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല, പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല, പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല, നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതി. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാം, കൊടുക്കാം. ഇനി കുടിക്കാതെ എന്ത് പറ്റും? അവസാനം അവൻ എന്തെങ്കിലും അനുകൂലമായ സമീപനം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്ന വാർത്ത പോലും കൊടുക്കില്ല. അതാണ് പ്രശ്നം. പിന്നീട് എന്താ അറിയോ, ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട്. അതായത് ഡ്യൂ ഡെലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ HR വർക്ക് ചെയ്യുന്നവരെല്ലാം വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്തു പോകും. അപ്പം കാണുന്നത് എന്താ, ഇവൻ പീഡകനാണ്, ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത കാണും. ഏതെങ്കിലും HR റിസ്ക് എടുക്കുമോ?